അതിരാവിലെ തന്നെ ഉണർന്നു. 28 ഓണത്തിന് ഇവിടെ എങ്ങനെയാണ് 6 മണിക്ക് കറണ്ട് പോകും. അതിന് മുന്നേ കുളിച്ച് വെള്ളം നിറച്ച് വെക്കണം. നമ്മുടെ ഓർഡറാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നേരെ തെക്കേ റോഡിലേക്ക് ഇട്ട്. ഞങ്ങളുടെ റോഡിൽ കൂട്ടാണ് കൂടുതൽ കൊമ്പന്മാരും പോകുന്നത്. സത്യത്തെ അമ്പലത്തിൽ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്രയും നന്നായിട്ടെല്ലാം ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ. റോഡിൽ ഈ ബഹളം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ. എല്ലാ വർഷത്തേലും നല്ല തിരക്കുണ്ടാവും ഈ വർഷം. അതിൻ്റെ ഇടയ്ക്ക് കിച്ചൻ ഐസ്ക്രീം വണ്ടി കയറി ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. ഓരോ നന്ദികേശന്മാരും നമ്മുടെ ഈ പാലം കടന്നിങ്ങനെ എത്തുന്ന കാണാനൊരു പ്രത്യേക ചന്തം തന്നെയായിരുന്നു. അതേപോലെ ഇന്നത്തെ ദിവസം രാവിലെ നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ ആദ്യമായി ഒരു നന്ദികേശനെ എത്തിച്ച് അതിനെ അമ്പലത്തിലെ നന്ദികേശന്മാരും കൊട്ടും മേളവും എല്ലാമായി വന്ന് സ്വീകരിച്ച് അമ്പലത്തിൽ എത്തിച്ചേരുന്നതോടെയാണ് നമ്മുടെ ഈ കൊല്ലത്തെ 28 ഓണത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ സന്ധ്യ വരെ കണ്ടിട്ടും കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ പോയൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ കൂട്ടി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഓച്ചിറ എത്തിയ കാഴ്ചയാണ് ഇത്. എല്ലാ വർഷത്തേലും ഈ വർഷം നല്ല തിരക്കുണ്ടായിരുന്നേ. ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും നേരെ വീട്ടിലേക്ക്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, സ്മൈൽ.